അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല ഫുള്ളായിട്ടുള്ള ഒരു ആട്ടിൻ തലയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരു മുഴുവനായിട്ട് തന്നെ ഉള്ള ആട്ടിൻ തലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, പീസാക്കി മാറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു 10 പച്ചമുളകും ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയിൽ നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പേസ്റ്റിനെ ആട്ടിൻ തലയിലേക്ക് നല്ലോണം ഇങ്ങനെ കൈവച്ചിനെ തിരുമ്മി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ ഉള്ളിലേക്ക് ആന്ന വിധത്തിൽ തന്നെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ട മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാനൊരു 5 ഉണക്കമുളകും ഒരു പിടി മല്ലിയും പിന്നെ വലിയ ജീരകവും കുറച്ച് വലിയ ജീരകവും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ തക്കോലത്തിൻ്റെ ചെറിയ 2 കഷ്ണം തക്കോലം, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം മസാലയൊക്കെ നല്ലോണം വറുത്ത് അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ തന്നെ കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ജീരകവും പിന്നെ മല്ലിയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്ന സമയത്ത് ഇതിൻ്റെ തീ ഓഫാക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ച പൊടിനെയും ആട്ടിൻ്റെ തലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ആട്ടിൻ്റെ തലയിലേക്ക് തിരുമ്മി പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈവച്ച് തന്നെ ആട്ടിൻ്റെ തലേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ, മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്കെല്ലാം എത്തുന്ന വിധത്തിൽ നല്ലോണം കൈവച്ച് തന്നെ എല്ലാ ഭാഗവും ഫില്ലാകുന്ന വിധത്തിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മസാല ഒന്ന് നല്ല പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ വെക്കലായിരിക്കും നല്ലത്. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തക്കാളിൻ്റെ പേസ്റ്റും കൂടി വേണം. അപ്പോൾ ഇവിടെ ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മസാലയൊക്കെ പിടിച്ച മട്ടൻ്റെ തല വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് വേണം മട്ടൻ്റെ തല വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വേവുണ്ട് തലക്ക്. അപ്പോൾ കുക്കറിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 6 വിസിൽ വരുന്നത് വരെയൊക്കെ ഇതിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഒരു 6 വിസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലൊക്കെ നല്ലോണം വെന്ത് പെട്ടെന്ന് പൊട്ടിക്കാൻ കഴിയുന്ന വിധത്തിൽ കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ച തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി പേസ്റ്റ് അരച്ച മിക്സി അതും കൂടി കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവിക്കുമ്പം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് ചെറിയ തീയിൽ ആദ്യത്തെ വിസിൽ വരുമ്പം നല്ല വലിയ തീയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വലിയ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു മട്ടന്. ഇനിയിപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം അടപ്പ് ഓപ്പൺ ആക്കുക. അപ്പോൾ തലയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 10-20 ചെറിയ ഉള്ളി ചെറുങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ മട്ടൻ വേവിച്ച ആ ഗ്രേവിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം മട്ടൻ്റെ തലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറേ സമയം ഒന്ന് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് ആ ഒരു അളവിൽ വറ്റിച്ചെടുത്താൽ മതി. ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ആ സമയത്ത് ഓഫ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഏകദേശം ഒരു തിക്ക് ഗ്രേവി പോലെയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൽ വറ്റിയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ തലക്കറി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.